ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് എംപറർ എന്ന് പറഞ്ഞൊരു ടൂറിസ്റ്റ് ബസ്സിൻ്റെ വീഡിയോ ആയിട്ടാണ് ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് നമ്മുടെ ബസ്സിൽ കയറി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഗൈസ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ നമ്മുടെ ബസ്സിൽ കയറിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ബസ്സിൻ്റെ ലുക്കൊക്കെ എങ്ങനെയുണ്ടെന്ന് ഗൈസ് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. ഈ സൈഡിൽ താനോസാന്ന് തോന്നുന്നു ഗൈസ്, താനോസിൻ്റെ ഒരു പടമൊക്കെ ഉണ്ട്. ഓക്കെ ഗൈസ്, നമുക്ക് ഇനി ഗ്യാപ്പിൽ കൂടെ നമ്മുടെ വണ്ടി കയറ്റിക്കൊണ്ട് പോയി നമ്മുടെ ആൾക്കാരെ എടുത്തിട്ട് നമുക്ക് അവരുടെ സ്ഥലത്തേക്ക് പോവാം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. പിന്നെ എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ചാൽ ഈ വണ്ടിയുടെ ബ്രേക്ക് ലേശം ഗൈസ്, ഇപ്പം ഞാൻ ഇവിടുന്ന് ബ്രേക്ക് പിടിച്ചാൽ അവിടെ പോയിട്ടായിരിക്കും നിൽക്കുന്നത്. ആ ഒരു പ്രശ്നമുണ്ട് ഗൈസ്. ഞാൻ മുമ്പ് ഈ വണ്ടി ഒന്ന് എടുത്ത് ഓടിച്ച് നോക്കിയായിരുന്നു എങ്ങനെയാണ് ഈ വണ്ടി ഓടിക്കേണ്ടതെന്നൊക്കെ ഗൈസ്. അപ്പം എനിക്ക് മനസ്സിലായതാണ് ഈ ബ്രേക്കിൻ്റെ ഒരു ചെറിയൊരു ഇഷ്യൂ ഗൈസ്. അപ്പോൾ ഇപ്പോൾ എനിക്ക് വലിയ കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. എന്നാലും ഗൈസ് സ്റ്റിയറിംഗ് കൺട്രോളിങ് ഒക്കെ ഗൈസ് കുറച്ച് പാടാണ് ഗൈസ്. ഫസ്റ്റ് ആ ഒരു സ്റ്റിയറിംഗ് കൺട്രോൾ കിട്ടാൻ കുറച്ചൊക്കെ വണ്ടി ഓടിച്ച് കഴിയുമ്പോൾ വലിയ കുഴപ്പമില്ലാതെ നമുക്ക് വണ്ടി ഓടിക്കാൻ പറ്റും ഗൈസ്. ഇപ്പോൾ വലിയ കുഴപ്പമില്ല ഗൈസ്, നമുക്ക് വണ്ടി ഓടിക്കാനൊക്കെ വരുന്നത് നന്നായിട്ട്. ഓ ഗൈസ്, നമുക്കിനി നമ്മുടെ ആൾക്കാരെയൊക്കെ പിക്ക് ചെയ്യണം ഗൈസ്. എന്നിട്ട് വേണം നമുക്ക് അവരുടെ ഡെസ്റ്റിനേഷനിലോട്ട് പോകാനായിട്ട് അവരെയും കൊണ്ട്. ഓക്കെ ഗൈസ്, പിന്നെ എൻ്റെ ഊഹം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു ബസ് എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തതിൽ 3ാമത്തെ ടൂറിസ്റ്റ് ബസ്സിൻ്റെ വീഡിയോ ആയിരിക്കും ഗൈസ് ഇത്. പിന്നെ ഗൈസ് നമ്മളെ പ്രൈവറ്റ് ബസ് ഒരെണ്ണം എടുത്തിട്ടുണ്ടായിരുന്നു, KSRTC 2 എടുത്തിട്ടുണ്ടായിരുന്നു, ടൂറിസ്റ്റ് ബസ് 2 എടുത്തിട്ടുണ്ടായിരുന്നു. ഇതിപ്പോൾ 3ാമത്തെയാണ് ഗൈസ്. എൻ്റെ ഊഹത്തിൽ ഞാൻ 1Sഉം ജയഗുരു ആയിരിക്കും ഗൈസ് എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഗൈസ് ഞാൻ റെക്കോർഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ട് ചെറിയ ചെറിയ സൗണ്ടൊക്കെ കാണും ഗൈസ്. അതൊന്നും നിങ്ങൾ കാര്യമൊക്കെ നിൽക്കണ്ട. ഓ ഗൈസ് ഗൈസ്, ഇപ്പോൾ നമ്മൾ കുറച്ച് ദൂരത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ വഴിയൊക്കെ അത്യാവശ്യം കുറേ ഓഫ് റോഡും ഓഫ് റോഡല്ല മണ്ണൊക്കെ ഇട്ടൊരു വഴിയായിരുന്നു ഗൈസ് ഇത്ര നേരം. ഓ ഗൈസ്, അപ്പോൾ നമുക്കിനി നമ്മുടെ സൈഡിലോട്ട് പോകണം ഗൈസ്. നമുക്ക് സൈഡിലോട്ട് പോകണം ഗൈസ്. നമുക്ക് നമ്മുടെ ലെഫ്റ്റ് സൈഡിലോട്ട് പോകേണ്ടി വരും. ഓക്കെ, സോ നമ്മൾ ലെഫ്റ്റ് തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ വണ്ടി നേരെ ഓടിക്കാം ഗൈസ്. മണ്ടയിൽ എന്തോ പരസ്യം വരുന്നുണ്ട് ഗൈസ്. പരസ്യം കണ്ടോ? മണ്ടയിൽ ഒരു പരസ്യം വരുന്നുണ്ട്. എന്തിൻ്റെയാണെന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. ഏത് ബിൽഡിങ്ങിൻ്റെ ഫോട്ടോ ഉണ്ട് ഗൈസ്, ഏതാണെന്ന് അറിയത്തില്ല. ഇതേ വീണ്ടും ഒരു പരസ്യം. ഇതെന്തോ ഒരു ജ്യൂസിൻ്റെ ആണെന്ന് തോന്നുന്നു ഗൈസ്, എന്തോ ജ്യൂസിൻ്റെ പരസ്യം. പിന്നെ റിപ്പയർ ഷോപ്പൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് വലിയ കുഴപ്പമില്ലാതെ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട്. ഇപ്പോൾ ഗൈസ് ഒരു കുഴപ്പമില്ല, നന്നായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. കാരണം വലിയ വണ്ടിയുടെ തിരക്കില്ലാത്തതുകൊണ്ട് ബ്രേക്ക് അധികം പിടിക്കേണ്ടി വരുന്നില്ല ഗൈസ്. അതുകൊണ്ട് തന്നെ സിമ്പിളായിട്ട് ഓടിക്കാൻ പറ്റുന്നുണ്ട്. ബ്രേക്ക് പിടിക്കുമ്പോഴാണ് നമ്മുടെ വണ്ടി കൺട്രോൾ മൊത്തം പോകുന്നത് ഗൈസ്. അപ്പം ഒരു വളവായി ഗൈസ്. നമ്മുടെ ആൾക്കാരെ പിക്ക് ചെയ്യേണ്ട സ്ഥലം കുറച്ചുകൂടെ ദൂരമേ ഉള്ളൂ ഗൈസ്, കുറച്ച് ദൂരം കൂടെ ഉള്ളൂ ഗൈസ്. അവരെനിക്ക് മാപ്പ് ഇട്ടായിരുന്നു ഗൈസ്, അതുകൊണ്ട് ഞാൻ അത് നോക്കിയാണ് ഗൈസ് ഇപ്പോൾ അവരെ പിക്ക് ചെയ്യാനായിട്ട് പോകുന്നത്. ചെറിയൊരു മഴ തുടങ്ങിയിട്ടുണ്ട്, നമ്മളതുകൊണ്ട് വൈപ്പറും ലൈറ്റ് വിട്ടിട്ടുണ്ട് വണ്ടിയെ. പിന്നെ അധികം ലൈറ്റൊന്നും ഇല്ല ഗൈസ്, അധികം ലൈറ്റൊന്നും ഇല്ല. അതുകൊണ്ട് പിന്നെ നമ്മളധികം ഒരു DJ പാടും ഗൈസ്, അങ്ങനത്തെ ഒരു സെറ്റപ്പൊന്നും ഇല്ല നമ്മുടെ വണ്ടിയിൽ ഗൈസ്. അപ്പോൾ നമ്മുടെ ആൾക്കാരെ പിക്ക് ചെയ്യേണ്ട സ്ഥലം ഗൈസ് കുറച്ചുകൂടെ ഉള്ളു ഗൈസ്, കുറച്ചുകൂടെ ഉള്ളു നമ്മുടെ ആൾക്കാരെ പിക്ക് ചെയ്യേണ്ട സ്ഥലം. ചെറിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട് ഗൈസ്, ചെറിയൊരു ബ്രിഡ്ജ് വരുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമ്മുടെ മഴ നിന്നിട്ടുണ്ട് ഗൈസ്. മഴ നിന്നിട്ടില്ല, ചെറുതായിട്ട് കുറച്ചുകൂടെ തോന്നുന്നുണ്ട്. നിൽക്കാറായി ഗൈസ്, നമ്മുടെ മഴ നിൽക്കാറായിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ആൾക്കാരെ പിക്ക് ചെയ്യേണ്ട സ്ഥലം, അതായത് നമ്മുടെ ആൾക്കാരെ എടുക്കേണ്ട സ്ഥലം ഗൈസ് ഈ സൈഡിൽ കണ്ടു, ഈ സൈഡിലാണ്, ഇപ്പുറത്തെ സൈഡിലാണ് ഗൈസ്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് വണ്ടി തിരിച്ചുകൊണ്ട് വരേണ്ടി വരും. പക്ഷെ നമുക്ക് അവിടെ പോയിട്ട് വണ്ടി തിരിച്ചുകൊണ്ട് വരണം. ഓക്കെ ഗൈസ്, ഇപ്പോൾ അവിടെ ഒരു ചെറിയ സ്പോട്ടുണ്ട്. നമുക്ക് അങ്ങോട്ട് കയറ്റിയിട്ട് ആ റോഡ് പണി നടക്കുന്നുണ്ടെങ്കിൽ കണ്ടോ ഗൈസ്, ഇവിടെ മൊത്തം റോഡ് പണിയാണ് കേട്ടോ. പക്ഷെ നമ്മുടെ ഈ ഗെയിം മൊത്തം ഇപ്പം റോഡ് പണിയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങോട്ട് കയറ്റാം ഗൈസ്, അങ്ങോട്ട് കയറ്റി നമുക്ക് തിരിക്കാം. അപ്പോൾ ഗൈസ് നമ്മുടെ മഴയൊക്കെ നിന്നിട്ടുണ്ട് നല്ല കിടലായിട്ട്. നമുക്ക് ഇവിടെ കയറ്റിയിട്ട് കയറ്റി നിർത്തിയിട്ട് നമുക്ക് റിവേഴ്സ് എടുത്ത് നമുക്ക് വണ്ടി തിരിക്കാം. ഓക്കെ ഗൈസ്, അപ്പോൾ ഞാൻ വ്യൂ മാറ്റിയിട്ടുണ്ട്. നമുക്ക് വണ്ടി കറക്റ്റായിട്ട് തിരിക്കാൻ വേണ്ടി വ്യൂ ഒക്കെ മാറ്റിയിട്ടുണ്ട് ഗൈസ്. കറക്റ്റായിട്ട് നമുക്ക് വണ്ടി വളയ്ക്കേണ്ടി വരും ഗൈസ്. ബസ് വന്നു ഗൈസ്. ബസ് വന്നിട്ടായിരുന്നു ഇപ്പോൾ നമുക്ക് സ്പീഡ് വളച്ചങ്ങോട്ട് എടുക്കാമായിരുന്നു ഗൈസ് നമ്മുടെ വണ്ടി. ഗൈസ് തന്നെ ബസ് അവിടെ നിർത്തിയത് എന്താണെന്ന് അറിയത്തില്ല ഗൈസ്. നമുക്ക് പണി കിട്ടിയോ? നമ്മുടെ വണ്ടി തട്ടിയിട്ടൊന്നുമില്ല, പിന്നെ എന്നാ വണ്ടി അവിടെ നിർത്തിയത്? എന്തായാലും നമുക്ക് പോകാനുള്ള സ്പേസ് ആണെന്ന് തോന്നുന്നു ഗൈസ്. നമുക്ക് ഫ്രണ്ടിലോട്ട് എടുത്ത് നേരെ അതിൻ്റെ ഇടയിൽ കൂടെ പോകാം ഗൈസ്. നമുക്ക് ആ ഇടയിൽ കൂടെ പോവാം. ഓക്കെ
ഓക്കെ ഇടയിൽ പോകും ഗൈസ്. ഈ ചേച്ചി ഫ്രണ്ടിലോട്ടും വണ്ടിയും കൊണ്ടും വന്നു. ചേച്ചി ഗൈസ് നമുക്ക് ഇനിയും ബാക്കിലോട്ട് പോകേണ്ടി വരും ഗൈസ്. ബൈക്ക് ഇടിക്കാതിരുന്നാൽ മതിയായിരുന്നു ഗൈസ്. കുഴപ്പമില്ലായിരിക്കും. നമ്മൾ ബാക്ക്വേർഡ് പോകുന്നുണ്ട് ഗൈസ്. കുറച്ചുകൂടെ പോയിരിക്കും. എനിക്ക് മിററിൽ കാണാം ഗൈസ്. അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ചുകൂടെ ഓക്കെ ഗൈസ്. നമുക്ക് ഇനി ഇവിടുന്ന് തിരിക്കാമോ നോക്കേണ്ടി വരും ഗൈസ്. ഫുൾ അങ്ങോട്ട് തിരിക്കാം നമുക്ക് പോകാം ഗൈസ്. ഇനി അപ്പുറത്തുനിന്ന് വണ്ടി വന്നാലാണെങ്കിൽ പിന്നെ വിഷു വരുന്നത് ഗൈസ്. അപ്പുറത്തുനിന്ന് വണ്ടി വരത്തില്ലായിരിക്കും എന്ന് വിശ്വസിച്ചുകൊണ്ട് ഞാൻ വണ്ടി തിരിക്കുവാണ് ഗൈസ്. ഓക്കെ ഗൈസ്. നമ്മുടെ സക്സസ് ആയിട്ട് വണ്ടി തിരിച്ചിട്ടുണ്ട് ഗൈസ്. ഒരു കുഴപ്പമില്ല. നമുക്ക് നമ്മുടെ സക്സസ് ആയിട്ട് നമ്മുടെ വണ്ടി തിരിച്ചിട്ടുണ്ട്. നമ്മുടെ ആൾക്കാരെ എടുക്കാനായിട്ട് പോകാം ഗൈസ്. ഇവിടെ ഗൈസ്. നമുക്കിനി നേരെ വേണം ഗൈസ്. ആ കാണുന്ന ഒരു റോഡ് ഉണ്ട്, ചെറുതായിട്ട് റോഡ്. സൈഡിലേക്കോട്ടാണ് ഗൈസ് നമുക്ക് കയറി പോകേണ്ടത്. വണ്ടി കയറുമോ? ഗൈസ് കറക്റ്റാണ്. നമ്മുടെ വണ്ടിക്ക് പോകാനുള്ള ദൂരമൊക്കെ ഉണ്ട് ഗൈസ്. വീതിയൊക്കെ ഉണ്ട്. ഇതന്നെ ഗൈസ് സംഭവം. ഗൈസ് എവിടെ ആൾക്കാർ നിൽക്കുന്നത് ഗൈസ്. നമുക്ക് ഇല്ലക്കൂടെ കയറി പോവാം നൈസായിട്ട്. ഗൈസ് വലിയ കുഴപ്പമില്ല. നമുക്ക് ഈ വണ്ടി ഓടിക്കാൻ പറ്റുന്നുണ്ട് ഗൈസ്. വേറെ കാര്യമെന്ന് വെച്ചാൽ ഗൈസ് നമ്മുടെ ഈ ആൾക്കാർ നിൽക്കുന്നിടം ഒരു ചെറിയ പ്രശ്നമുള്ള സ്ഥലമാണ് ഗൈസ്. ഓക്കെ ഗൈസ്. നമുക്ക് വണ്ടിയൊക്കെ തിരിച്ചുകൊണ്ട് വരാം ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടിയൊക്കെ തിരിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മുടെ ആൾക്കാരെല്ലാം വണ്ടിക്കകത്ത് കയറട്ടെ ഗൈസ്. ഇപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി നമ്മുടെ ട്രിപ്പ് ഇവരെ കൊണ്ടുപോകാനുള്ള ഗൈസ് എങ്ങോട്ടാണെന്ന് ഇവർ പറഞ്ഞിട്ടുണ്ട് ഗൈസ്. ഇവരൊക്കെ പോകേണ്ടതെന്ന് വെച്ചാൽ ഗൈസ് ഗോവ പോർട്ട് കാണാനായിട്ട് ഗൈസ്. ഗോവ പോർട്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇനി ഇവരെ ഗോവ പോർട്ട് നമ്മുടെ വണ്ടിയൊക്കെ കയറി ഗൈസ് ഉറപ്പായിട്ട് നമ്മൾ ഗോവ പോർട്ട് കാണിച്ചിരിക്കും. ഗോവ പോർട്ട് എന്നല്ല ബാക്കി എല്ലാം കാണിച്ചിരിക്കും ഗൈസ് നമ്മൾ. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇവരെന്തോ പാർക്കുകാരാണ് ഗൈസ്. പാർക്കിലെ സ്റ്റാഫ് വല്ലതും ആയിരിക്കും ഗൈസ്. എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല ഇവരാരാണെന്ന് ഗൈസ്. അപ്പോൾ നമ്മുടെ ആ ബസ് കാരണം അവിടെ നമ്മുടെ റോഡ് ബ്ലോക്കാണ് ഗൈസ്. ഇപ്പോൾ നമുക്ക് സൈഡിൽ കൂടെ തന്നെ കയറി പോകാം ഗൈസ്. നമ്മൾ റോങ് വേ എടുത്ത് കയറി പോകാം. അതായിരിക്കും നല്ലത് ഗൈസ്. ഏതായാലും ആ ബസ് കാരണം ബ്ലോക്കാണ്. നമ്മുടെ വണ്ടി അവിടുന്ന് വണ്ടി ഇങ്ങോട്ട് വരത്തില്ല. അതുകൊണ്ട് നമുക്ക് നമ്മുടെ റോങ് വേ എടുത്ത് തന്നെ നേരെ പോകാം ഗൈസ്. അവിടെ ചെന്നിട്ട് നമുക്ക് റോങ് വേന്ന് മാറാം ഗൈസ്. കണ്ടോ ഗൈസ്. ബസ് ഇങ്ങനെ ഇട്ടിരിക്കുന്നതുകൊണ്ട് നമുക്ക് അങ്ങോട്ടും പോകത്തില്ല. ഒരു വണ്ടിക്ക് ഇങ്ങോട്ടും വരത്തില്ല ഗൈസ്. ഇങ്ങോട്ട് വേണേ വരാം, പക്ഷെ അവർ വരും തോന്നില്ല ഗൈസ്. ഗൈസ് അപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ല. നമുക്കിപ്പോൾ നമ്മൾ വണ്ടി എടുത്തിട്ടുണ്ട് അവിടുന്ന് ഗൈസ്. അപ്പോൾ നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. ഓക്കെ ഗൈസ്. അപ്പോൾ നല്ല നെല്ലൊക്കെയുള്ള നല്ല കിടില സ്പോട്ടിലാണ് ഗൈസ് അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് ഗൈസ്. നല്ല കിടില സ്ഥലം കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് ദൂരത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മുടെ ഗോവ പോർട്ടിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗൈസ്. നമ്മൾ ഗൈസ് ഇതൊരു കുഞ്ഞ ട്രിപ്പായിരുന്നു ഗൈസ്. നമ്മുടെ ഗോവ പോർട്ടിൻ്റെ സ്ഥലത്തിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട് നമ്മൾ. ഇവിടുന്ന് ലെഫ്റ്റാണ് കാണിക്കുന്നത് ഗൈസ്. നമ്മുടെ ലെഫ്റ്റാണ് കാണിക്കുന്നത്. നമുക്ക് ലെഫ്റ്റ് നോക്കാം. ഗൈസ് ഇവിടെ ഒരു വഴിയുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ നമുക്ക് ഇങ്ങോട്ട് കിടക്കാം. ഓക്കെ സോ നമുക്ക് ഈ സൈഡിലോട്ട് കിടക്കാം. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ നമ്മുടെ വണ്ടി എടുത്തിട്ടുണ്ട്. ചെറിയൊരു മഴ തൂളുന്നുണ്ട് ഗൈസ്. ചെറുതായിട്ടൊന്ന് മഴ തൂളുന്നുണ്ട്. ഓക്കെ ഗൈസ്. അപ്പോൾ നമ്മൾ മഴ തൂളുന്നതുകൊണ്ട് തന്നെ നമ്മുടെ വൈപ്പറും ലൈറ്റും ഇട്ടിട്ടുണ്ട് ഗൈസ്. ഓക്കെ ഇട്ടിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ഇവിടുന്ന് ഇവരെന്നോട് പറഞ്ഞ ഗൈസ് ഇപ്പോൾ ഇവിടുന്ന് കുറച്ച് ഓഫ് റോഡ് ഉണ്ട്. വണ്ടി പോവുമെന്നൊക്കെ എന്നോട് ചോദിച്ചു. നമുക്ക് നോക്കാം ഗൈസ്. ഇവിടെ ഈ കയറ്റം കഴിഞ്ഞിട്ട് ചെറിയ ഓഫ് റോഡാണ് ഗൈസ്. നമുക്ക് നോക്കാവേ ഗൈസ്. ഇപ്പോൾ ഇത് സൈഡിലോട്ടാണ് ഗൈസ്. സൈഡിലോട്ട് ഓ ഗൈസ്. ഈ വഴി നമ്മുടെ വണ്ടി ഇപ്പോൾ ഇതിൽ കുഴപ്പമില്ലാതെ പോകുന്നുണ്ട് ഗൈസ്. സൈഡിലോട്ട് വഴിയൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് നേരാണ് ഗൈസ്. ഓക്കെ കുഴപ്പമില്ല. നമ്മൾ വണ്ടി വലിയ കുഴപ്പമില്ല ഗൈസ്. അടിയും തട്ടാൻ നോക്കുന്നുണ്ട് ഞാൻ മാക്സിമം. ഓക്കെ ഗൈസ്. അപ്പോൾ അവിടെ നടുക്കൊരു സാധനം വന്ന് കിടപ്പുണ്ട് ഗൈസ്. ചെറിയ കല്ലെന്ന് തോന്നുന്നു ഗൈസ്. ഗോവ പോർട്ട് എന്നൊക്കെ അത് എഴുതിയിട്ടുണ്ട് ഗൈസ്. ഗോവ പോർട്ട് ഗൈസ്. ഇപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വഴിയുണ്ട്. ഏത് വഴിയാണ് പോകേണ്ടതെന്ന് എനിക്ക് കൺഫ്യൂഷനാണ് ഗൈസ്. ഗൈസ് ഇപ്പോൾ നമ്മുടെ മഴയൊക്കെ നിന്നിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ തന്നെ നേരെ പോവാം ഗൈസ്. അവിടുന്ന് ഗൈസ് നമ്മൾ നേരെയാന്ന് തോന്നുന്നു. നമുക്ക് നോക്കാം. എനിക്ക് കറക്റ്റ് വഴി അറിയത്തില്ല ഗൈസ്. ഇവർക്കും അറിയത്തില്ലെന്നാണ് അവർ പറയുന്നത് ഗൈസ്. ഇപ്പോൾ ഇവിടെയല്ല. ഓക്കെ ഇവിടെയല്ല ഗൈസ്. നമുക്ക് വണ്ടി തിരിച്ച് നേരെ പിന്നെ അപ്പർ സൈഡിലോട്ട് പോയി നോക്കാം. ഏതായാലും ഒരു സൈഡിൽ നിന്ന് വണ്ടി ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ ആ വഴിയല്ലെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് ഒരു വഴിയും കൂടെ ഉണ്ട് ഗൈസ്. അപ്പോൾ അങ്ങോട്ട് പോയി നോക്കാം നമുക്കിനി. ഇതല്ല ഗൈസ് ഗോവ പോർട്ട്. ഈ സൈഡിൽ കൂടെ പോയി നോക്കാം. ഈ സൈഡിൽ കൂടെ ഓക്കെ ഗൈസ്. അപ്പോൾ ഇതാണെന്ന് തോന്നുന്നു എനിക്ക്. അതെ ഗൈസ്. അപ്പോൾ ഇത് തന്നെയാണ്. കാരണം അവിടെ ഒരു ടിക്കറ്റ് കൗണ്ടറൊക്കെ ഉണ്ട് ഗൈസ്. ഇവർ ഓൾറെഡി ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിട്ടാണ് വന്നത്. അതുകൊണ്ടൊരു വിഷയമല്ല ഗൈസ്. അപ്പോൾ ഇത് തന്നെ ഗൈസ്. അപ്പോൾ നമ്മുടെ വണ്ടി ഓക്കെ ഗൈസ്. നമ്മുടെ വണ്ടി അവിടെ നിർത്താനുണ്ട് സ്പോട്ടൊക്കെ ഉണ്ട് ഗൈസ്. നമുക്ക് അവിടെ വണ്ടി നിർത്താം. എന്നിട്ട് ഗൈസ് നമുക്ക് ഈ ഗോവ പോർട്ട് എന്താണ് നമുക്കൂടെ ഗൈസ് ഒന്ന് അറിയാം. എന്താണ് നമുക്ക് ചെന്ന് നോക്കിയിട്ട് വരാം ഗൈസ്.
വണ്ടി ഇവിടെ കിടക്കട്ടെ. അപ്പോൾ നമുക്ക് നോക്കിയിട്ട് വരാം ഗേസ്. അപ്പോൾ നമുക്കിന്ന് ഗോവ പോണ്ടിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ നമ്മൾ ഗോവ പാർക്കോ ഗോവ പോർട്ട് ഗേസ് അവിടെ സൈഡിൽ ഇരിക്കുന്നുണ്ട് റെഡ് ഗേസ്. നമുക്കിവിടെ ചാടിയാലോ ഗേസ്? അപ്പോൾ നമ്മളില്ല ചാടിയിട്ടുണ്ട് ഗേസ്. അപ്പോൾ നമുക്ക് ഈ വെള്ളത്തിൽ ഇറങ്ങി നോക്കാം എന്തൊരു ആഴം ഉണ്ടെന്ന് ഗേസ്. വലിയ ആഴമൊന്നും ഇല്ല ഗേസ്, എനിക്ക് നടക്കാവുന്നേ ഉള്ളൂ ഗേസ്, നീന്താനുള്ളതൊന്നും ഇല്ല ഗേസ്, വലിയ ആഴമൊന്നും ഇല്ല ഗേസ് ഗോവ പോർട്ടിന് ഈ വെള്ളത്തിന് ഗേസ്. ഗോവ പോർട്ട് എവിടെയാണെന്ന് ഞാൻ കാണിച്ചു തരട്ടെ ഗേസ്. ഞാൻ കര കയറിയിടാൻ ഗോവ പോർട്ട് എവിടെയാണെന്ന് കാണിച്ചു തരാം ഗേസ്. പക്ഷേ അതിന് വേണ്ടി നമുക്ക് ഈ ഗുഹയിൽ കൂടെ കയറണം ഗേസ്. ഈ ഒരു ഗുഹയിൽ കൂടെ കയറി വേണം. കയറാൻ പറ്റുമോ? ഓക്കെ ഗേസ്, കയറാൻ പറ്റുന്നുണ്ട്. ഇതാണ് ഗേസ് ഗോവ പോർട്ട്. ഈ സംഭവം കാണാനായിട്ടാണ് ഇവരിവിടെ വന്നത് ഗേസ്. ഈ സംഭവം കാണാനാണ് ഇവിടെ വന്നത് ഗേസ്. ഗോവ പോർട്ട് എന്ന് പറഞ്ഞാൽ ഈ രണ്ട് സംഭവമാണ് ഗേസ്. ഓക്കെ ഓക്കെ. സോ നമുക്ക് ഈ സൈഡിൽ കൂടെ നമുക്ക് അങ്ങോട്ട് കയറിപ്പോയല്ലോ ഗേസ്. ഗേസ് നമുക്ക് ഈ സൈഡിൽ കൂടെ അങ്ങ് കയറിപ്പോയി നോക്കിയാലോ ഗേസ്. നല്ല കറക്റ്റായിട്ട് നമുക്ക് കയറാൻ പറ്റുമെന്നോ ഗേസ്. തെന്നിപ്പോയാൽ നമ്മൾ താഴെ കിടക്കും ഗേസ്. ഇവിടെ കുറച്ച് ആഴമാണെന്ന് എനിക്ക് തോന്നുന്നു ഗേസ്. നമ്മളിവിടെ ഗേസ് ഒരു തിട്ടേ കയറിയിട്ടുണ്ട്, അങ്ങോട്ട് പോകത്തില്ല. ഒരു കാര്യം ചെയ്യാം ഗേസ്, നമുക്കിനി നമ്മുടെ ചായ ഒക്കെ കുടിച്ചിട്ട് നമുക്ക് നേരെ നമ്മുടെ വണ്ടിയുടെ എടുത്തിട്ട് പോവാം ഗായ്സ്. അപ്പോൾ നമ്മൾ ചായ എല്ലാം കുടിച്ച് വണ്ടിയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഗേസ്. ഓക്കെ ഗേസ്, ഇനി ചെറിയൊരു മഴയൊക്കെ തൂളി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ ചായ കുടിക്കുന്ന സമയത്താണ് ഗേസ് മഴയൊക്കെ തൂളി തുടങ്ങിയത്. ഇനി ആൾക്കാരൊക്കെ ഇപ്പോൾ വരും ഗേസ്, ഇപ്പോൾ വരും ഗേസ്. അപ്പോൾ നമ്മുടെ ആൾക്കാരെല്ലാം ഇവിടെ വന്നിട്ടുണ്ടോ? ഓക്കെ, ഇവർ കയറട്ടെ ഗായ്സ്. അപ്പോൾ ആൾക്കാരെല്ലാം കയറിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വണ്ടി എടുത്ത് നേരെ നമുക്ക് തിരിച്ച് ഇവരെ എടുത്ത സ്ഥലത്തോട്ട് തന്നെ തിരിച്ചു പോകാം ഗൈസ്. ഗൈസ് നമ്മുടെ മഴ നിന്നിട്ടുണ്ട്. വളയ്ക്കാൻ പറ്റുമോ ഗൈസ്? ഗുസ് കറക്റ്റ് ഗൈസ്, ഒരു തുൽപ്പം അങ്ങോട്ട് മാറി ഗൈസ്, ഉറപ്പം വണ്ടി ഇടിക്കും ഗൈസ്. കറക്റ്റായിട്ട് നമ്മൾ വണ്ടി വളച്ചിട്ടുണ്ട് ഗൈസ്. കറക്റ്റായിട്ട് നമ്മൾ വണ്ടി വളച്ചിട്ടുണ്ട്. കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ നല്ല കറക്റ്റാണ് ഗൈസ്. ഒരു ഇഞ്ചോടിഞ്ചായിട്ടാണ് ഗൈസ് നമ്മൾ വണ്ടി വളച്ചത് ഗൈസ്. നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുവാണ് ഗൈസ്. നമ്മൾ ഇവിടുന്ന് ചെക്കൗട്ട് ചെയ്യുവാണ്. ഇവിടെ സെക്യൂരിറ്റി ഒന്നും ഇല്ല ഗൈസ്. ഞങ്ങൾക്ക് സെക്യൂരിറ്റി ഒന്നും കണ്ടില്ല. എനിക്ക് തോന്നുന്നു ഗൈസ് നമ്മൾ നേരെ പോകണമായിരിക്കും ഗൈസ്. അവിടെ നിന്നല്ലേ വണ്ടി വന്നത്, അപ്പോൾ നമുക്ക് തിരിച്ച് അങ്ങോട്ട് തന്നെ പോകേണ്ടി വരും ഗൈസ്. അങ്ങോട്ട് തന്നെ പോകേണ്ടത്. അതേ ഗൈസ് നമ്മുടെ മാപ്പിൽ പറഞ്ഞിരിക്കുന്നത് അങ്ങോട്ട് പോകാനാണ് ഗൈസ്. അപ്പോൾ നമുക്ക് മാപ്പിൽ പറഞ്ഞ പോലെയാണ് നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകാം. സൈഡ് ചെറിയ ചെറിയ കടയൊക്കെ ഉണ്ട് ഗൈസ്. ഞാൻ പിന്നെ ചായ കുടിച്ചുകൊണ്ട് തന്നെ വണ്ടി ഇടിച്ചില്ല ഗൈസ്. ഈ വണ്ടി നന്നായിട്ട് വെട്ടും ഗൈസ്. സ്റ്റിയറിങ് അങ്ങോട്ട് തിരിച്ചപ്പം തിരിയും ഗൈസ്. അങ്ങനത്തെ സെറ്റപ്പ് ആയതുകൊണ്ട് ഗൈസ് ഒന്നും പറയാനില്ല, കിടിലം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് വണ്ടി ഓടിക്കുന്നുണ്ട് ഗൈസ്. ഇതേ ഗോവ പോർട്ടിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഈ സൈഡിൽ കൂടെ ഉള്ളത്. ഓക്കെ, സൈഡിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ട്. നമുക്ക് ഇടിക്കുമോയെന്ന് അറിയത്തില്ല. നമ്മൾ അതിനകത്ത് കോട്ടയ്ക്ക് കയറാം. ഗൈസ് വെട്ടിച്ചു. ഗൈസ് ചെറുതായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് വെട്ടിച്ചത് ഗൈസ്. അപ്പോൾ നമ്മൾ ആ ഓഫ് റോഡ് വഴിയിൽ നിന്ന് വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോൾ നല്ല റോഡിലോട്ട് കയറിയിട്ടുണ്ട് ഗൈസ്. വണ്ടി അടിയൊക്കെ ചെറുതായിട്ടൊക്കെ തട്ടി ചെളിയൊക്കെ ആയി ഗൈസ്. കുഴപ്പമില്ല, എന്നാലും നമുക്ക് പൈസ കിട്ടുന്നുണ്ട് ഗൈസ്. ഒന്നുകൊണ്ട് പേടിക്കണ്ട, നമുക്ക് പൈസ കിട്ടുന്നുണ്ട് ഗൈസ്. അതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഓക്കെ ഓക്കെ ഓക്കെ, നമുക്കിനി സൈഡിലോട്ട് നമുക്ക് തിരിച്ച് നമ്മുടെ പാസഞ്ചേഴ്സിന് അടുത്തടുത്തോട്ട് തന്നെ പോകാം ഗൈസ്. അതായിരിക്കും നല്ലത്. ജസ്റ്റ് മിസ്സിന് നമ്മൾ ആ വണ്ടിക്ക് അടിക്കാൻ പോയത്. ഓക്കെ, നമുക്കിന്നെ നേരെ അങ്ങോട്ടേക്ക് പോവാം ഗൈസ്. അപ്പോൾ ഞാനിപ്പോൾ നമ്മുടെ കേരളം എന്നറിയപ്പെടുന്ന സ്ഥലം അല്ല, കേരളമല്ല ഗൈസ്, കേരളം പോലെ തന്നെ ഇരിക്കുന്ന ഒരു സ്ഥലത്തോട്ട് നമ്മൾ എത്തിയിട്ടുണ്ട്. അതായത് ഗൈസ് അവരെ പിക്ക് ചെയ്ത സ്ഥലം തന്നെ. ഓക്കെ ഗൈസ്, അപ്പോൾ സൈഡിൽ നെല്ലൊക്കെ ഉണ്ട് ഗൈസ്, നെൽകൃഷിയൊക്കെ ഉണ്ട്. ഇവിടുത്തേത് ഫുള്ള് കർഷകരാന്ന് തോന്നുന്നു. ഇവിടുത്തെ ആൾക്കാർ മൊത്തം കർഷകരാന്ന് തോന്നുന്നു ഗൈസ്. സംഭവം എന്നാന്ന് അറിയത്തില്ല. ഓക്കെ, സോ നമ്മളിപ്പോൾ ആൾക്കാരെ എടുത്ത സ്ഥലത്ത് തന്നെ നമ്മൾ തിരിച്ചെത്തിയിട്ടുണ്ട് ഗൈസ്. ഇവിടെയായിട്ടാണ് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന വഴി കൂടെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നമ്മുടെ ആൾക്കാരെ ഇറക്കാനായിട്ട് പോകേണ്ടത് ഗൈസ്. നന്നായിട്ട് ഇവിടെ പുല്ലൊക്കെ വിട്ട് സെറ്റാക്കി വെച്ചേക്കാണ് ഗൈസ്. ഗൈസ് അപ്പോൾ നമുക്കിതേ അവിടെ നമ്മുടെ ആൾക്കാരെ ഇറക്കാനുള്ള ആ ഒരു സിഗ്നൽ അവിടെ കിടന്ന് മിന്നുന്നുണ്ട് ഗൈസ്. അപ്പോൾ നമുക്ക് അവൻ്റെ അകത്തോട്ട് വണ്ടി കയറ്റി അങ്ങോട്ട് നിർത്താം. ഇവിടെ വണ്ടി വളയ്ക്കാൻ കുറച്ച് സീനാണ് ഗൈസ്, എന്നാലും കുഴപ്പമില്ല, നമുക്ക് വളയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. നമ്മളിനി 1K ഗൈസ്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഗൈസ്. ഓക്കെ, ബൈ.